ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കറിയാം കുറേ ദിവസമായല്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഇന്നലെ ആലോചിക്കുമായിരുന്നു, അയ്യോ എന്ത് വീഡിയോ ഇടും യൂട്യൂബിൽ. ലൈക്ക് ഐ എം ജസ്റ്റ് റണ്ണിങ് ഔട്ട് ഓഫ് ഐഡിയാസ്. എന്താ ഇടേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാവുക, ഒന്നും അറിയില്ല എനിക്ക്. സോ ഐ തോട്ട് എൻ്റെ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇൻസ്പയർ ആയിട്ട് ഐ തോട്ട് ഐ ഡു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യാമെന്ന്. സോ ഞാനും ശങ്കടും ഇപ്പോൾ സിംഗപ്പൂരിൽ ഒറ്റയ്ക്കാണ്. രാഹുൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കൊച്ചി പോയിരിക്കുക. അപ്പം വി കുഡൻ ട്രാവൽ ബിക്കോസ് ശങ്കടു ഇപ്പോൾ ഒരു വൈറൽ ഒരു ഔട്ട് ബ്രേക്കിൽ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. അവന് ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നാണ് 10th or 11th ഡേ. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ട് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ വീണ്ടും എന്തെങ്കിലും അസുഖമൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഐ ചോസ് ടു സ്റ്റേ ബാക്ക്. അപ്പം വി ആർ ഓക്കെ. ലൈക്ക് ആദ്യമായിട്ടാണ് ഞാനും അവരിങ്ങനെ ഒറ്റയ്ക്ക് ഫുൾ ഡേ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ലൈക്ക് ഹീസ് വെരി ലൈക്ക് ഹീസ് നോട്ടി ബട്ട് ഹീസ് ഓൾസോ അണ്ടർസ്റ്റാൻഡിങ്. അവൻ അറിയാൻ തോന്നുന്നു ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ പറഞ്ഞിരിക്കുക അച്ഛ ഓഫീസിൽ പോയിരിക്കുക, 2-3 days കഴിഞ്ഞാലേ വരൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഹീസ് ലൈക്ക് ഓക്കെ. ഐ ടേക്ക് ഹിം ഔട്ട്. ഇടയ്ക്കൊന്ന് ജസ്റ്റ് പാർക്കിലേക്ക് നടക്കാൻ കൊണ്ടുപോകും. അധികം ആൾക്കാരുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ബിക്കോസ് ഈ വൈറൽ ഫീവർ ഉള്ളതുകൊണ്ട്. ബട്ട് ഞാൻ അവന് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയത്തേക്ക് കൊണ്ടുപോകും. പിന്നെ അടുത്തൊരു ഇന്ത്യൻ ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പോയിട്ട് വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് ശരിയായി. ബട്ട് ബോഡിയിൽ ഫുൾ അതിൻ്റെ മാർക്സാണ്. സേ ഹലോ. ഹലോ. അപ്പം ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിനെ പറ്റിയിട്ട് കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. ഇവിടെ അത് ഭയങ്കര കോമൺ ആണ്. ഞാൻ മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ ഐ ജസ്റ്റ് ഗിവ് എ സ്മോൾ അവയർനെസ് അബൌട്ട് ഇറ്റ്. ഒരു ഷോർട്ട് വീഡിയോ പോലെ ഐ ജസ്റ്റ് ടെൽ യു അബൌട്ട് ഇറ്റ് സോ ദാറ്റ് യു നോ. ഇറ്റ്സ് വെരി കോമൺ ഇവിടെ. കിഡ്സിന് ബിലോ 5 years ഇറ്റ്സ് വെരി വെരി കോമൺ. അപ്പോൾ ആദ്യമായിട്ടാണ് മോനെ വരുന്നത്. ഓക്കെ. സോ അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ് മീ ഷോ യു വാട്ട് me and my toddler ate in a day. അപ്പം ഹായ്. എനിക്ക് എത്രമാത്രം കുക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അയ്യോ, ഞാൻ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് എല്ലാ ദിവസവും. ബട്ട് ഇടയ്ക്ക് ഒരു ബ്രേക്കിന് വേണ്ടി ജസ്റ്റ് എവിടെന്നെങ്കിലും ഓർഡർ ചെയ്യോ അത് പോയി കഴിക്കാറോ ഉണ്ട്. അങ്ങനെ. അപ്പം ശങ്കടു ഇപ്പോഴും ശങ്കടുവിന് ഫുഡ് എന്ന് വെച്ചാൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, 1 second. ഓക്കെ, ശങ്കടുവിന് ഫുഡ് എന്ന് വെച്ചാൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. മേ ബി ബിക്കോസ് ഹീ സ്റ്റിൽ ബ്രസ്റ്റ് ഫീഡിങ്. എനിക്ക് നാട്ടിൽ പോയിട്ട് വേണം അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അവന് വിശപ്പുമില്ല അധികം. സോ അവനെ കഴിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഷോ യു വാട്ട് വി ആർ ഗോണ ഹാവ്. 1 second. സൈക്കിൾ ഓടിച്ചിട്ട് വാ, 1 round പോയിട്ട് വാ, എന്നിട്ട് തരാം. ഇപ്പം മീ എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം മീൻസ് എനിക്ക് വേണം എന്നാണ് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ദോശമാവുണ്ട്. അപ്പം ദോശമാവ് അരച്ചതൊന്നുമല്ല, ഇവിടെ ഒരു ഇന്ത്യൻ ഷോപ്പുണ്ട്, അവിടെ നിന്ന്. I'll be right back. Okay. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ യൂഷ്വലി രാവിലെ ഒരു ചായ കുടിക്കും, പിന്നെ 2 piece റസ്ക് കഴിക്കും. അതൊരു ആദ്യത്തെ ഒരു വിശപ്പ് മാറാൻ വേണ്ടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആവുന്നവരെ അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അത് കഴിക്കും. അപ്പം ഇന്നലെ ഞാൻ കുറച്ച് കടലക്കറി ആക്കിയിരുന്നു. അപ്പം ദോശമാവുണ്ട്. ദോശമാവ് ഞാൻ അരച്ചതൊന്നുമല്ല, ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അരയ്ക്കാനൊന്നും ടൈമില്ല ഇവിടെ, അതുകൊണ്ട് തന്നെ എളുപ്പപ്പണി റെഡിമെയ്ഡ് എന്താ കിട്ടുക അത് വാങ്ങിച്ച് കഴിക്കുക, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത ദോശമാവാട്ടോ, നല്ല ടേസ്റ്റാണ്. അതെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ചായ, എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു കാർഡമം ആൻഡ് ജിഞ്ചറിൻ്റെ ഒരു ഫ്ലേവറുള്ള ചായ വേണം. അപ്പം ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന താജ്മഹലിൻ്റെ അങ്ങനെ എന്തോ ആയിരുന്നു. ബട്ട് അത് ഞാൻ ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ട് ബിക്കോസ്
ഞാൻ അങ്കിതയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നല്ല ചായ അവൾ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ അവളോട് അതിൻ്റെ സീക്രട്ട് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് ഇത് റെഡ് ലേബിളിൻ്റെ നാച്ചുറൽ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീ ബാഗാണ്, ടീ പൗഡറാണ്. അപ്പം പിന്നെ ഞാനത് വാങ്ങിച്ചു. അതിൽ ഓൾറെഡി കുറച്ച് ഹെർബ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ചായയാണ്. എൻ്റെ ചായ കുടിച്ചവർ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാണെന്ന്. അപ്പം ഞാൻ അവരോടൊക്കെ പറയാറായിട്ടില്ല ഇപ്പോൾ നാച്ചുറൽ കെയർ ആണെന്നാണ്. അപ്പം നമുക്ക് ആദ്യം ചായ ഉണ്ടാക്കാം, പിന്നെ ദോശയും കടലക്കറിയും കഴിക്കാം. അതാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. പിന്നെ ഞാൻ അധികം ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല. ഞാൻ വീക്ക്ലി 1 or 2 കഴിക്കാറുള്ളൂ. രാഹുൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കും. പക്ഷെ ഇപ്പം ഇല്ലാത്ത സമയത്ത് ശങ്കടൂരിനും നിർബന്ധമല്ല, എനിക്കും നിർബന്ധമല്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഉച്ചത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഞാൻ ദോശയും കടലക്കറിയും. ഓക്കെ. അപ്പം ഐ ഹോപ്പ് യു വോണ്ട് ഗെറ്റ് ബോർഡ് ഈ വീഡിയോ കണ്ടിട്ട്. എനിക്കിഷ്ടമാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോസ് കാണാൻ. സോ ഐ ഹോപ്പ് യു ഓൾസോ ലൈക്ക് ഇറ്റ്. ഓക്കെ. എനിക്ക് എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റും എന്നറിയില്ല, ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ദോശ അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന കാണാം. ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ലഞ്ച് പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? കുറച്ച് എളുപ്പമാണ്. 1 pot ഡിഷാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്നത് ഇപ്പം ഞാനും ശങ്കടും മാത്രമായതുകൊണ്ട് 2 ടൊമാറ്റോ, പിന്നെ ഒരു ഓണിയൻ, പിന്നെ
കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും ഉണ്ട്. അപ്പം ഇത് മൂന്നും വെച്ച് നമുക്ക് ക്വിക്കായിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ഗ്രീക്ക് യോഗേർട്ട് ഉണ്ട്. അപ്പോൾ ടൊമാറ്റോ റൈസും ഗ്രീക്ക് യോഗേർട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ റെസിപ്പി എന്ന് പറയാൻ മാത്രമായിട്ട് ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. എന്നാലും ആദ്യം ഈ 2 ടൊമാറ്റോ നമുക്കൊരു പ്യൂരി പോലെ ആക്കിയെടുക്കാം. ഓക്കെ, ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റും. 1 pot ഡിഷാണത്. പിന്നെ നെയ്യും വേണം, പിന്നെ കുറച്ച് കടിക്കാൻ നട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടൊമാറ്റോ ഒന്ന് പ്യൂരി ആക്കിയെടുക്കാം. ബസ്മതി റൈസാണ് എടുക്കുന്നത്, ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ്. കുറച്ച് നെയ്യ് അമ്മ ഇപ്പൊ വരാം. അവ സൈക്കിൾ ഓടിച്ചോട്ടോ. ഇവിടെ ആക്ച്വലി ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഹോളിഡേയ്സ് ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ചൈനീസ് ന്യൂ ഇയർ സമയത്ത് നിൽക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും എന്ന്. അപ്പോൾ ഇന്നലെ മിനിയാന്ന് പോയി നോക്കിയപ്പോൾ എല്ലാം അടച്ച്. നോ 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 മൈ ഗോഡ്, ഇവിടെ പരിപാടി. നോ ശങ്കരു പ്ലീസ്, നോ. കണ്ണ് തെറ്റിയാൽ അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും. വെയിറ്റ്, ലെറ്റ് മീ ഗെറ്റ് എ ടവൽ. അപ്പം ഞാൻ അറിഞ്ഞില്ല ഇവിടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് എല്ലാം അടച്ചിരിക്കുകയായിരിക്കും എന്ന്. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും കാര്യമായിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ശങ്കരുവിന് സ്ട്രോബെറി ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ 2 ദിവസമായിട്ട് വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് എല്ലാം തുറന്നിരിക്കും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം. സ്ട്രോബെറി, ബ്ലൂബെറി, ഗ്രേപ്സ് ഒക്കെ ശങ്കരുവിന് ഇഷ്ടമാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും ഫ്രൂട്ട്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. ഇന്ന് കുറച്ച് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇടാം. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളം ഇട്ടിട്ട് ഞാൻ അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരെ ചെയ്യും. അത്രേ ഉള്ളൂ, ഈസിയാണ്. ഓക്കെ, വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇത് അടച്ചിട്ട് ഒരു 3-4 വിസിലിട്ട്. അതിന് മുമ്പൊന്ന് ഉപ്പ് നോക്കും. ശങ്കരു, ടൊമാറ്റോ റൈസ്.
ഹലോ, അപ്പോൾ നമ്മൾ ലഞ്ചും കഴിഞ്ഞു. നല്ലൊരു മീലാണ് അത്. നിങ്ങൾക്ക് എന്ത് വെജീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. എനിക്കിവിടെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ആഡ് ചെയ്തില്ല. ഞാൻ ഗ്രീൻ പീസും ടൊമാറ്റോയും ഓണിയനാണ് മെയിനായിട്ടിട്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും. അപ്പം ഇറ്റ്സ് എ വെരി ക്വിക്ക് വൺ പോട്ട് റെസിപ്പി ദറ്റ് യു ക്യാൻ മേക്ക് ഫോർ യുവർ കിഡ്സ് ആൻഡ് യു ക്യാൻ ഓൾസോ ഹാവ് ഇറ്റ് ആസ് വെൽ. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പം ഞാൻ യൂഷ്വലി ഉച്ചയ്ക്ക് ഞാൻ റൈസ് കൊടുക്കും അവന്. പിന്നെ ഈവനിങ് ഡിന്നറിന് I try and give him some stuffed paratha. Like avanu ee aloo paratha, ee എന്താ മറ്റേ കോളിഫ്ലവർ പറാട്ട, എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്യാമഫ്ലേജ് ചെയ്ത് വെജീസൊക്കെ ഇട്ട് പറാട്ട ഒക്കെ അവന് ഇഷ്ടമാണ്. അപ്പം ഞാൻ അതാണ് യൂഷ്വലി കൊടുക്കുക. അല്ലെങ്കിൽ രാവിലെ ഞാൻ ദോശ കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈവനിങ് ദോശ കൊടുക്കും, അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ എന്തെങ്കിലും. അപ്പം ചില ദിവസങ്ങൾ പാസ്ത കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വെളിയിലാണെങ്കിൽ വെളിയിൽ നിന്ന് ഇഡ്ഡലി കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നിപ്പോൾ ഈവനിങ് ഞാൻ വിചാരിച്ചു പനീർ പറാട്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പനീർ ഉണ്ടായിരുന്നു, പക്ഷേ ആട്ട കുറച്ച് കുറവാണ്. പിന്നെ അതുമല്ല കുറച്ച് വെജീസും വാങ്ങിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് ഇവിടെ എല്ലാം അടച്ചിരിക്കുകയായിരുന്നു, ചൈനീസ് ന്യൂ ഇയർ ആയ കാരണം. അപ്പോൾ എന്തായാലും കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിക്കാനുണ്ട്, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വന്നിട്ട് ഡിസൈഡ് ചെയ്യും എന്തുണ്ടാക്കണം എന്ന്. അല്ലെങ്കിൽ വെളിയിൽ ആണെങ്കിൽ ലേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ വെളിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും കൊടുക്കും, അങ്ങനെ. അപ്പം ഐ ഓൾസോ ടേക്ക് യു അറൗണ്ട് ഫോർ ഗ്രോസറി ഷോപ്പിംഗ്. വെറുതെ പറ്റുന്ന ഒക്കെ ഐ ഷോ യു. സ്നാക്ക് ടൈമിന് ഞാൻ അവൻ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഉറങ്ങാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എണീറ്റിട്ട് സ്നാക്ക് ടൈം ഐ ഡോണ്ട് ഗിവ് ഹിം എനിത്തിങ് ഹെവി, ബിക്കോസ് അവന് ഹെവി ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ പിന്നെ അവന് ഡിന്നറിന് ഭയങ്കര മടിയാണ് കഴിക്കാൻ. അതുകൊണ്ട് സ്നാക്ക് ടൈം ഐ either give him some biscuits or nuggets. ഒരു two pieces nuggets വലിയ ഇഷ്ടമല്ല, എന്നാലും ചിലപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഐ give him ക്യൂക്കമ്പർ ഇങ്ങനെ പീൽ ചെയ്ത് സ്ലൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സ്നാക്ക് ടൈമിൽ കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ ഫ്രഷ്ലി പ്രസ്ഡ് ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കാൻ കിട്ടും ഡയറക്ട്ലി ഫ്രം ദ മെഷീൻ. അപ്പോൾ ചില സമയത്ത് ഐ ഗിവ് ഹിം ദാറ്റ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ ഡിന്നർ കുറച്ച് ലൈക്ക് അവന് വിശക്കുമ്പം ഐ ഗിവ് ഹിം ലൈക്ക് സംതിങ് ഹെവി സ്റ്റഫ് പറാട്ട. അപ്പോൾ ഞാൻ എല്ലാം ഡോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടോടെ അവന് വിശക്കുന്ന ഒരു 15 minutes മുമ്പേ ഞാനത് പരത്തിയിട്ടുണ്ടാക്കും. അപ്പോൾ എനിവേ ഇവിടെ ഐ എം ഔട്ട് ഓഫ് ഗ്രോസറി, സോ ലെറ്റ്സ് ഗോ ആൻഡ് ബൈ സം ഗ്രോസറീസ്. ഓക്കെ, ലെറ്റ്സ് ഗോ വിത്ത് ചങ്കുഡു. ഓക്കെ, സോ ഐ തിങ്ക് ഐ വിൽ ഗോ ടു ലിറ്റിൽ ഇന്ത്യ സൈഡ്. അവിടെ ആകുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ളൊരു ഗ്രോസറി പോകും, ഡിപ്പെൻഡ്സ് ഓൺ ഞാൻ ഇറങ്ങുമ്പോൾ എങ്ങനെ എൻ്റെ മൂഡിനനുസരിച്ചിരിക്കും. ഓക്കെ, സോ ഐ വിൽ സീ യു സൂൺ. ഓക്കെ, hop little bunny, hop hop hop, hop little bunny, hop hop hop, hop little bunny, hop hop hop, hop and hop. Hop little bunny, hop hop hop. I'm so sleepy. We need to buy groceries. ചോക്ലേറ്റ് വേണം. പോവാം നമുക്ക്. പോവാം. Hop little bunny.
No, you are tired. Want juice? Juice? Okay. You like orange juice? Say hi. ചൂട് ഇവിടെ വരുന്ന മടിയിൽ വരുന്ന முடிஞ்சதுக்கப்புறம் நம்ம 10 மணிக்கு போனால் Okay. Say thank you. You didn't say thank you. Yes, sure. Can you look at me? Say bye bye. Thanks for watching. Bye-bye. Umma. Okay. കഴിച്ചു ഇങ്ങോട്ട് നോക്ക് കഴിക്ക് ബുവ കഴിക്ക് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഒന്ന് ഫ്രഷനപ്പായി വെളിയിൽ നിന്നായിരുന്നു ഡിന്നർ കഴിച്ചേ കണ്ടല്ലോ അപ്പം യൂഷ്വലി ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ ശങ്കടൂരിന് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കും സ്ട്രോബെറിയോ ബനാനയോ ഓറഞ്ചോ ബ്ലൂബെറിയോ അപ്പോൾ ഇന്ന് ഞാൻ ബ്ലൂബെറിയാണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോൾട്ട് വാട്ടറിൽ കഴുകിയിട്ടാണ് ഞാൻ യൂഷ്വലി കൊടുക്കുക ബിക്കോസ് എന്തൊക്കെയാണ് അതിൽ ജേംസൊക്കെ ഉണ്ടെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ until I see you next time bye bye say bye 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 thanks for watching say thanks for watching can you share a bua with me Yes, sure. oh you're so sweet thank you it's okay you can have it thank you bye bye ubba kodukko